1 കപ്പ് ചോറും 1 മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ലെയർ ചപ്പാത്തി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1 മുട്ട, കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. 1 മുട്ട ഒരു പാത്രത്തിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഞാൻ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് 1 സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു. നമ്മളൊരു പച്ചമുളകല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം അത് ഇച്ചിരി ഡ്രൈ ആയി, 1 കോഴിമുട്ടയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡ്രൈ ആയിട്ടായിരിക്കും, നമുക്ക് ഇച്ചിരി നീണ്ടിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് പാലോ വെള്ളമോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നീട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് അത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മട്ട അരിയുടെ ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് 2-3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് നമ്മൾക്ക് അതൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്, അതിൽ വേണം നമ്മൾ കുഴച്ചെടുക്കുവാനായിട്ട്. അത് തന്നെയല്ല, ചോറ് അരിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കണം അത് അരച്ചെടുക്കേണ്ടത്. ഇനി അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വടിച്ച് ഒഴിച്ചു കൊടുത്തു. വെള്ളം കൂടിപ്പോയാൽ അത് നമ്മൾക്ക് ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. അതിനുശേഷം നമുക്കതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അത് നന്നായിട്ട് എല്ലാം കൂടി കുഴച്ചെടുക്കണം. ചോറായതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും. നമ്മൾക്ക് പതുക്കെ കൈ കൊണ്ടൊക്കെ തിരുമ്മി കുഴച്ചെടുക്കാം. വേറെ വെള്ളം നമ്മളൊന്നും ചേർക്കണ്ട. ആ ചോറിലുള്ള ആ വെള്ളം മാത്രം മതി. ചോറ് തന്നെ നമ്മൾ അരച്ച് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആകുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2-3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്, അത് മതി. അത് നമുക്ക് ഇതുപോലെ പതുക്കെ കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഒത്തിരി അങ്ങ് കുഴയ്ക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ചോറായത് കാരണം വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. നമ്മൾക്ക് ഇനി കയ്യിൽ ഒരിച്ചിരി എണ്ണയൊക്കെ തൂത്ത് നമ്മൾക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കുഴയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സ്വല്പം 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് വെതറി ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മൾക്ക് അത് ചെറിയ ഉരുളകളായിട്ട്, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും പോലെ ചെറിയ ഉരുളകളായിട്ട് നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാൻ ഉരുട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഞാൻ അത് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 8 ഉരുളകളായിട്ട് ഞാൻ ആ മാവ് ഉരുട്ടിയെടുത്ത് വെച്ചു. ഇനി നമ്മൾക്ക് അതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ കൈ മുക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്കെടുത്ത് വയ്ക്കാം. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഞാനിപ്പോൾ ആ ഗോതമ്പ് പൊടിയിൽ നമ്മളുടെ ആ ഉരുളകൾ മുക്കി ഉരുളയെടുത്ത് അത് ആ ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കി. വളരെ സോഫ്റ്റ് ആയത് കാരണം നമ്മൾക്ക് ഇച്ചിരി പൊടിയൊക്കെ മുക്കേണ്ടി വരും, വെതറി കൊടുക്കേണ്ടി വരും. കാരണം ചോറാണല്ലോ, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഗോതമ്പ് പൊടിയൊക്കെ തൂവി കൊടുത്തിട്ട് വേണം പരത്താനായിട്ട്. അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും, അത് അവിടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി കുടഞ്ഞ് ഇട്ട് കൊടുത്തിട്ടാണ്
അല്ലെങ്കിൽ പുരട്ടി കൊടുത്തിട്ടാണ് ഞാനതൊന്ന് പരത്തിയെടുക്കുന്നത്. ഒത്തിരി അങ്ങ് കനം കുറച്ച് പരത്തണ്ട, ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുത്താൽ മതി. ഷേപ്പൊന്നും നോക്കണ്ട, അങ്ങ് പരത്തിയേക്കുക. നമുക്കിപ്പം അത് മുറിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് മുറിച്ച് ഒന്ന് മടക്കിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഷേപ്പൊന്നും നോക്കണ്ട, അങ്ങ് പരത്തിയാൽ മതി. ഈ ഒരു രീതിയിൽ നമുക്കത് പരത്തിയെടുക്കാം. ഉണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് നിഷ്പ്രയാസം പെട്ടെന്ന് പരത്താൻ പറ്റും. അതിനുശേഷം നമ്മൾക്ക് ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം. നമ്മൾക്ക് ചോറ് തലേദിവസം ചോറ് ബാക്കി വന്നാൽ നമ്മളത് കളയണ്ട. നമ്മൾ ഇതുപോലെ വെച്ചാൽ നമ്മൾക്ക് കുറച്ച് ഗോതമ്പൊടിയോ മൈദയോ എന്തെങ്കിലും ചേർത്ത് വളരെ ടേസ്റ്റായിട്ടുള്ള ചപ്പാത്തിയോ ലെയർ ചപ്പാത്തിയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ചോറ് ബാക്കി വന്നാൽ ആരും ദൂരെ കളയേണ്ട. ഇതുപോലെ നമുക്ക് തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ അതിന് ശേഷം ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്കത് ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നത്. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ നടുക്കോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുത്താൽ മതി, അത് അവിടെ ഇരുന്നോളും. ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ മടക്കിയെടുത്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മൾക്ക് പരത്തിയെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമ്മൾക്ക് മടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണയൊക്കെ തൂക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ അങ്ങനെ അധികം എണ്ണയൊന്നും ഞാൻ ഇതുവരെ ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല. എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ലെയറായിട്ട് വരും. പക്ഷെ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചില്ല. ഈ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെ ഉരുളകളെടുത്ത് ഇതുപോലെ പരത്തി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഗോതമ്പ് പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ചോറ് കൊണ്ട് കുഴച്ച് സോഫ്റ്റ് ആയെങ്കിലും അത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഗോതമ്പ് പൊടി ഒന്ന് തൂക്കി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ചപ്പാത്തി പരത്തും പോലെ ഇങ്ങനെ പരത്തി എടുത്തിട്ട് ചപ്പാത്തി ആയിട്ട് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം. അതുമല്ല, ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴും ചപ്പാത്തി കഴിക്കണ്ടല്ലോ. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സംഗതി അത് തന്നെയാണ് ഇപ്പം നമ്മൾ പരത്തുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ മുറിച്ചതുപോലെ തന്നെ ഒന്ന് പിടിച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ പറ്റിയിരുന്നോളും. പിന്നെ അത് പോകത്തില്ല. നമ്മളത് ചുട്ടെടുക്കുമ്പോൾ ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കുക. ഓക്കെ, ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് പോക്കറ്റ് പോലെ നമ്മൾ മടക്കിയെടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ ഇത്രയും മതി. അതും ഒത്തിരി കട്ടി കുറഞ്ഞങ്ങ് പോകണ്ട. ഈ ഒരു രീതിയിൽ മടക്കിയെടുത്താൽ മതി. അങ്ങനെ ഞാനെല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളുടെ 8 ഉരുളയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് എണ്ണ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒന്ന് തൂത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയുടെ ലെയറാണ് അതൊക്കെ. പിന്നെ ആദ്യം നമ്മൾ ഒരു മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ലെയർ ചപ്പാത്തി മുക്കിയതിന് ശേഷം നമ്മൾക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം തീ കുറഞ്ഞ്
പോകരുത്. നല്ല തീ ഉണ്ടായിരിക്കണം. നമ്മൾ ഇടുമ്പോഴേ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് വെച്ചതിന് ശേഷം പിന്നെ തീ പതുക്കെ കുറച്ച് ഒരു മീഡിയമിൽ കൊണ്ടുവരാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റാണ്. ഇപ്പം നമ്മൾക്ക് അതിൻ്റെ പുറമേയും കുറച്ച് എണ്ണ കൂടുതൽ തൂക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ നെയ്യ് തൂക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പം അങ്ങനെയൊന്നും തൂക്കുന്നില്ല. നെയ്യും എണ്ണയൊന്നും അധികം തൂക്കുന്നില്ല. ഒരു ടീസ്പൂണോളം എണ്ണ, ഒരു ടീസ്പൂണും എടുത്തില്ല, ഒരു കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് ബ്രഷ് ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഒരു ടീസ്പൂണൊക്കെ ഒഴിക്കുകയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. കണ്ടോ, അല്ലെങ്കിൽ തന്നെ അത് പൊങ്ങി വരുന്നുണ്ട് കുറേശ്ശെ. നിങ്ങളത് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. അത് നമ്മളിങ്ങനെ ഞെക്കുമ്പോഴത് പൊങ്ങി വരും. അപ്പം നമ്മുടെ ലെയർ ചപ്പാത്തി ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ മുട്ടയിൽ മുക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും. ഇനി അഥവാ കറി വേണമെങ്കിൽ മുട്ടക്കറിയോ കടലക്കറിയോ ഇറച്ചിക്കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അങ്ങനെ ഞാൻ അത് എല്ലാം കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരും നമ്മളുടെ, കണ്ടോ. അങ്ങനെ ഞാൻ എല്ലാ ലെയർ ചപ്പാത്തിയും അതുപോലെ ഉണ്ടാക്കിയെടുത്തു. കണ്ടു, നമ്മളെപ്പോഴും ചപ്പാത്തി കഴിച്ച് മടുക്കുന്ന നമ്മൾക്ക് ഇതുപോലെയൊക്കെ വളരെ സോഫ്റ്റാണ്. ഇതുപോലെയൊക്കെ നമ്മൾക്ക് തലേ ദിവസമുള്ള ചോറ് കൊണ്ട് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.